ആ ഇതെങ്ങോട്ടാ ഈ പാരയൊക്കെ പിടിച്ച് തേങ്ങ പൊതിക്കാൻ പോവാ. തേങ്ങ? ആ ഓ, അത് അപ്പം നിനക്ക് തേങ്ങ പൊതിക്കാനും അറിയാമോ? ആ അവിടെ ഒരു വീട്ടിൽ ഒരു 50 തേങ്ങയുണ്ട്, പൊതിച്ചു കൊടുക്കാമെന്ന് ചോദിച്ചു. ആ അപ്പോൾ ഇപ്പോൾ തേങ്ങ പൊതിച്ചാൽ ഭയങ്കര കൂലിയാണ്. ആ അപ്പോൾ 50 തേങ്ങ പൊതിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നീ എത്ര തേങ്ങയൊക്കെ പൊതിക്കും ഉദ്ദേശം? ഒരു 100 തേങ്ങ പൊതിക്കുമോ? അങ്ങനെ ഞാൻ നോക്കിയിട്ടൊന്നുമില്ല. അതിന് 10 പൊതിക്കാം അല്ലേ? പോയി നോക്കട്ടെ എന്ന് കരുതി ഇറങ്ങിയതാ. ചില ആൾക്കാർ 500 പൊതിക്കുന്നവരുണ്ട്. ആ ഉണ്ട്, ഞാനൊന്ന് പോയി നോക്കട്ടെ പൊതിക്കാൻ പറ്റുമോ എന്നറിയാമല്ലോ. ഓ ഓ ഓ, കൂലി ഭയങ്കരമാണ്. അല്ല എനിക്കൊരു തേങ്ങ ഒന്ന് പൊതിച്ചു തരാമോ? നീ ആയാലും പാരയും കൊണ്ട് ഇവിടെ വന്നു, കുറച്ച് അടയ്ക്കയും പൊതിക്കാനുണ്ട്. അടയ്ക്കൊന്നും പൊയ്ക്കാം, തേങ്ങ വേഗം എന്താ ഞാൻ നോക്കട്ടെ. ഒരെണ്ണം തേങ്ങ ഒരെണ്ണം പൊതിച്ചാൽ ഞാൻ എത്ര ഇതാണോ? ഞാൻ എടുക്കാം. ആ ഇത് ഒരെണ്ണേ ഉള്ളോ? ആ ഒരെണ്ണേ ഉള്ളൂ. ആ അപ്പോൾ ഇത് പോയിച്ച് തന്നേച്ചാൽ എനിക്ക് വേഗം പോകണം. ഇതിപ്പോൾ അയ്യോ നല്ല പൊതിയ, നല്ല പൊതി. നീ ഒരു 10 200 300 തേങ്ങ പൊതിക്കും കേട്ടോ നീ ഈ കണക്കിന്. നീ ഭയങ്കര സംഭവമാണ്. ആ ആ ഇത് എങ്ങനെ ഇതെങ്ങനെ പൊതിക്കുന്നേ? ആഹാ, അപ്പം നീ വലിയ പറഞ്ഞേ വലിയ തേങ്ങ പൊതികാരിച്ചെന്ന്. അത് ബ്രേക്ക്. അയ്യോ പേടിപ്പിക്കില്ലേ നിങ്ങൾ? ഇതിപ്പോൾ എങ്ങനെ പറഞ്ഞോളെ, ഇങ്ങനാണോ? തമ്പുരാനെ, ഇതിപ്പോൾ എൻ്റെ അറിയാൻ പറ്റാത്ത കാര്യം അറിയാമെന്നും പറഞ്ഞുകൊണ്ട് പോയാൽ ഇങ്ങനെയൊക്കെ ഇരിക്കും. നിനക്ക് തേങ്ങ പൊതിക്കാനും അറിയാൻ മേല, ഒന്നും അറിയാൻ മേല. വലിയ ഗമയടിച്ച് ഇറങ്ങിയേക്കാണ്. ഇത് എവിടുന്നാണ് പാരയെ കിട്ടിയേ? ഇത് നിങ്ങളുടെ ഈ പൊട്ടത്തേങ്ങ കാരണം എൻ്റെ എൻ്റെ കൊട്ടത്തേക്ക് പറഞ്ഞാൽ മതി. ഞാൻ അവിടെ പോയി അവരുടെ. ഓ, ഇത് പുതിയ പാരയാണല്ലോ. ഇത് പൊതിക്കാനേ ഇത് ഭയങ്കര കൊള്ളില്ലാത്തതാ, പൊതിക്കത്തില്ല. ആ കൊള്ള, നീ എന്നെ കൊണ്ട് പൊതിക്കാൻ പറ്റില്ലെന്ന് ഞാൻ പറയുന്നു. നിന്നെ കൊണ്ട് കൊള്ളില്ല പൊതിക്കാൻ. നിങ്ങൾ പറയല്ലേ, എനിക്ക് 50 തേങ്ങ പൊതിച്ചാൽ നല്ല പൈസ കിട്ടും. 50 തേങ്ങ പൊതിച്ചു കൊടുത്താൽ ഭയങ്കര പൈസ കിട്ടും. പിന്നെ ഒരു തേങ്ങ നിങ്ങളെടുത്ത് വെച്ചോട്ടോ. ഞാനെടുത്ത് വെക്കാണ്ടിരിക്കേ. നീ ഒരു തേങ്ങ പോയി അവിടെ പോയി നാണം കിടണ്ട, മര്യാദയ്ക്ക് വീട്ടിൽ പോയിരിക്കും. ഇതാ ചേട്ടൻ മേടിച്ചോണ കണ്ട പാരയാ, അങ്ങർക്ക് തേങ്ങ പൊതിക്കാൻ അറിയാവും ചെയ്യാം. നീ അതെടുത്തോണ്ട് ഇറങ്ങിയേക്കാണ് ഇങ്ങനെ. ആ എനിക്കൊക്കെ അറിയാം. ഒന്ന് കാണിച്ചു തരാമോ? കാണിക്കാൻ നേരമില്ല. എങ്ങനെ പൊക്കണോ? അത് ബ്രേക്കാണോ? ഇതിന് ബ്രേക്ക് ഉണ്ടോ? പിന്നെ വണ്ടി നല്ല സ്പീഡിൽ തേങ്ങ പൊതിക്കുമ്പോൾ ഒന്ന് നിർത്തണമെന്നില്ല. പോയി നോക്കാം. അവിടെ ചെല്ലുമ്പേ അവർക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ അത് നോക്കി നിന്നിട്ട് ഞാൻ അതുപോലെ അത് ആ വിളിക്കണമില്ലേ?